ഈ എല്ലാവരും ഞാൻ പാന്തി കണിച്ചിട്ട് അതിൽ വീണമെന്നാണ്. പക്ഷേ ഞാനങ്ങനെ കണി വെച്ചിട്ടുമില്ല, ഞാൻ കണി വെക്കലുമില്ല, എനിക്കറിയുമില്ല. ഞാൻ അങ്ങനെ ഒരാൾ അല്ലതാനും. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ഞാൻ മാനസികമായിട്ട് ഉറങ്ങിയില്ല. ഇന്ന് പണിക്ക് പോയെങ്കിലും ഒരുപാട് ആൾ ഫോണുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ഫോൺ വിളിക്കുക ആൾക്കാർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പണിക്ക് പന്നിക്കണി വിളിക്കില്ല, നമുക്ക് നമ്മുടെ നാട്ടിലും വെച്ച് തരും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ഒരു മനോവിഷമത്തിലാണ് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് കാക്കയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പുലിയെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയുണ്ടായി. അതേ തുടർന്ന് സംഭവിച്ച ചില പ്രതികരണങ്ങളുമായി സ്ഥല ഉടമ പ്രകാശ് ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. ചില ഞെട്ടിക്കുന്ന ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഞെട്ടിക്കുന്ന പ്രതികരണമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ചേട്ടാ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇല്ല, ഞാൻ ഇന്നലെ പുലിയാൻ തോന്നുന്നു കണ്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും വന്ന് പോസ്റ്റർ കൊണ്ടുപോയി. പക്ഷേ ഇപ്പം എൻ്റെ പേരിൽ കേസെടുക്കും എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പോസ്റ്റർ എന്നെ വിളിച്ചൊന്നുമില്ല ആരും. സാർമാരും ഇന്നലെ ഇവിടെ വന്ന നല്ല മാന്യമാര് പേരെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. അവരും പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജനസമൂഹങ്ങൾ ഇങ്ങനെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പിന്നെ ഈ എൻ്റെ പേരിൽ കേസെടുക്കുമെന്ന്. പിന്നെ ഞാൻ പന്നിക്ക് കെണി വെച്ചു എന്നാണ് എല്ലാവരും ജനങ്ങളും പറയുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു അത്തരത്തിലുള്ള ആളല്ല. ഒരു പന്നിക്കണി വെക്കുക അല്ലെങ്കിൽ വേറെ ജീവിയെ ഉപദ്രവിക്കുക അങ്ങനെ കൂട്ടത്തിലല്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിലുള്ള ആൾക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അത് ആദ്യം എന്നെ അന്വേഷിച്ചിട്ട് അവർ ഒരു കേസ് എന്താണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്നെ അന്വേഷിക്കണം, ഞാൻ ഈ തരക്കാരനാകുന്നെന്ന്. അത് എങ്ങനെ വന്നു ഇവിടെ ആവാത്തില്ല, അതെങ്ങനെ ഇവിടെ വന്നെന്നും കൂടി അന്വേഷിക്കണം. എങ്ങനെ വന്ന് ഇവിടെ കുടുങ്ങിയെന്ന്. കാരണം എനിക്കറിയില്ല. ഞാൻ അതിനപ്പുറം രാവിലെ അതിൻ്റെ തലേന്ന് വരെ അതിൻ്റെ ടാപ്പൊക്കെ ചെയ്ത് കിടത്ത് വെച്ച് പച്ചക്കറിയൊക്കെ ഉള്ളത് വയൽപ്പെട്ട സ്ഥലത്ത് തന്നെ അവിടെ ഉള്ളത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഈ എല്ലാവരും ഞാൻ പാന്തി കണിച്ചിട്ട് അതിൽ വീണമെന്നാണ്. പക്ഷേ ഞാനങ്ങനെ കണി വെച്ചിട്ടുമില്ല, ഞാൻ കണി വെക്കലുമില്ല, എനിക്കറിയുമില്ല. ഞാൻ അങ്ങനെ ഒരാൾ അല്ലതാനും. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ഞാൻ മാനസികമായിട്ട് ഉറങ്ങിയില്ല. ഇന്ന് പണിക്ക് പോയെങ്കിലും ഒരുപാട് ആൾ ഫോണുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം ഫോൺ വിളിക്കുക ആൾക്കാർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പണിക്ക് പന്നിക്കണി വിളിക്കില്ല, നമുക്ക് നമ്മുടെ നാട്ടിലും വെച്ച് തരും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ഒരു മനോവിഷമത്തിലാണ് നിൽക്കുന്നത്. അത്രയും കാര്യം വിഷമമുണ്ട്. ഞാൻ ചെയ്യാത്ത കുറ്റം എന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നവീൻ ബാബുവിൻ്റെ അവസ്ഥ അദ്ദേഹം അങ്ങ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മളും ചെയ്തു പോകും. കാരണം അത്രയും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനത് ചെയ്തെങ്കിൽ ഈ പാവപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഞാൻ ഈ ജനങ്ങൾ പറയുന്നതും പിന്നെ ഈ ഓരോരുത്തരും അങ്ങനെ പറയുന്നതും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ടൗണിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു. പേരൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടൗണിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയത് അവിടെ നിന്ന്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു പേപ്പർ കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ വന്ന രാജ, ഞാൻ പേപ്പർ വീട്ടിൽ നിന്ന് തരാം. കാരണം എനിക്ക് ടൗണിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾ ഇങ്ങനെ പന്നിക്കണി വെക്കുന്നത്. പക്ഷേ ചെയ്യാത്ത ഒരു കുറ്റം എന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 2 പെൺകുട്ടികളാണ്, കല്യാണം കഴിക്കാറായിട്ടുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. വീടെടുത്തിട്ട് പൂർണ്ണമായിട്ടില്ല, തേപ്പ് കഴിഞ്ഞിട്ടില്ല. പിന്നെ രാത്രിയും പകലും വേണ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. രാത്രി കുറച്ച് റബ്ബർ പാട്ടെടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും റബ്ബർ ടേപ്പ് ചെയ്യും. പിന്നെ കുറച്ച് പച്ചക്കറി, കാന്താരി അങ്ങനെയുള്ള നമ്മളെ ആവശ്യത്തിനുള്ള കുറച്ച് വാഴകളെല്ലാം ഞാൻ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ടും തന്നെ പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചാൽ ഞാൻ പന്നിക്ക് കെണി വെച്ചു അതിൽ വീണു. അതാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് വെളുപ്പിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഈ പുലിയെ കണ്ടത്? ഞാൻ രാവിലെ ഇതിനപ്പുറം നമ്മൾ കുറച്ച് റബ്ബർ പാട്ടെടുത്തിട്ടുണ്ട്, ഞാനും എൻ്റെ ഒരു ചേട്ടനും കുടുംബത്തിൽപ്പെട്ട ഒരാളും കൂടി. അപ്പോൾ അത് രാവിലെ ടേപ്പ് ചെയ്തിട്ട് പിന്നെ രാവിലെ ഒരു 6 മണി കഴിഞ്ഞ് 6:15 ഇവിടെ വന്ന് ഞാൻ രാവിലെ വന്നാൽ രാവിലെ എപ്പോഴും പട്ടി അയച്ച് ഇളക്കി പിന്നെ അതിൻ്റെ കൂട്ടിൽ വെള്ളമൊക്കെ മാറ്റി വെച്ച് കൂടൊക്കെ വൃത്തിയാക്കി പോകും. അപ്പോൾ അന്ന് ഇവിടെ പിന്നെ ഭാര്യയില്ലായിരുന്നു, മകളെ ഞാൻ എൻ്റെ മരുവളെ വീട്ടിലാക്കി. അപ്പോൾ അന്ന് അതുകൊണ്ട് ഞാൻ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്ത്. അപ്പോൾ സാധാരണ എൻ്റെ കൂട്ടത്തിൽ പട്ടി വയലിൽ വരും. വയലിൽ വന്നാൽ അധികം ആവാത്താണ് അതിന് വിസർജനം നടത്തി പിന്നെ പുല്ലൊക്കെ തിന്നിട്ട് അങ്ങനെ വരും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പം എൻ്റെ കൂട്ടത്തിലെ പട്ടി വന്നു. പക്ഷേ കുറച്ച് മണപ്പിച്ച് പോയി. ഞാൻ അവിടെ പെട്ടെന്നൊരു നായി പെട്ടെന്ന് 2 കുര വരച്ചു. അപ്പോൾ ഈ സാധനം അങ്ങ് ചാടി എണീച്ചപ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്താ ജീവിതം എന്തായാലും ഭീകര നായി അത് ഓടി 2 കുരയും കുറിച്ച് ഓടി. ഞാനും ആ സ്പോട്ടത്തിന് തിരിച്ചോടി. എൻ്റെ കയ്യിൽ വാക്കത്തിൻ്റെയായിരുന്നു, വാക്കത്ത് ചാടിയില്ല ഓടിയത്. കാരണം അത്ര ഒരു ഭീകരാവസ്ഥ കണ്ടത്. എന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പുലിയാണോ അല്ലെങ്കിൽ വേറെന്ത് ജീവിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല.
എന്നിട്ട് അത് ഞാൻ ഓടി നായ പട്ടിയുടെ വന്ന് ഇവിടുന്ന് അവനെ കുരച്ചത്. അപ്പോൾ ഞാൻ പട്ടിയുടെ കൂട്ടിലാക്കി. പിന്നെ അനക്കും വിറച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാൻ അപ്പോൾ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ വന്ന് നോക്കുമ്പോൾ ഏട്ടന് സംശയം കുറച്ചങ്ങ് എത്തി നോക്കുമ്പോൾ ഏട്ടന് ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആയിരുന്നു എത്തി നോക്കുമ്പോൾ ഇത് പുലിയെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അപ്പോൾ നമ്മളെ എൻ്റെ പാട്ട് മധുവാട്ടനെ വിളിച്ച്, ഇപ്പോഴത്തെ വിജയേട്ടനെ വിളിച്ച്. അങ്ങനെ വിജയേട്ടൻ വന്ന് അപ്പോൾ അങ്ങോട്ട് പിന്നെ അതിൻ്റെ സൗണ്ടൊക്കെ മാറി കൂടുതൽ വരുന്നത് അങ്ങോട്ട് പോകാൻ പേടിയായി. അപ്പോൾ നമ്മളപ്പോൾ ഇവിടുന്ന് ഏണി എടുത്ത് റബ്ബറിൻ്റെ മുകളിൽ ചാരി വെച്ചിട്ട് ഏണിയും വിജയേട്ടൻ നോക്കിയാന്ന്. വിജയേട്ടൻ പറഞ്ഞു അത് സംഭവം പുലിയാണ്. അപ്പോൾ അന്ന് വിജയേട്ടൻ ഇറങ്ങിയ ഉടനെ പോലീസിനെ വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. കാരണം ഞാനങ്ങനെ കെണിയും വെച്ചില്ല. വെച്ചാൽ ഒന്നാമത് പച്ചക്കറിയിലെ തോട്ടങ്ങൾ, പിന്നെ ഈ അടക്ക വെറുക്കാനും മറ്റവരെല്ലാം വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അവരെല്ലാം പുല്ലെരിയുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം കുറച്ചും വേനലാകുമ്പോൾ പുല്ലരിയും വരും. ഇപ്പം മഴക്കാലം അവർക്കെല്ലാം പുല്ലുണ്ട്. കുറച്ച് വേനലാകുമ്പോൾ കുറച്ചും കൂടി പുല്ലുകളും കുറേ സമയമല്ലോ. അപ്പോൾ ഈ വയലിലൊക്കെ വരുന്ന അതുകൊണ്ട് ഇവിടെ ഈ അങ്ങനെ ഒരു എൻ്റെ പറമ്പത്ത് ഞാൻ വെക്കലുമില്ല. എൻ്റെ ആരും വെച്ച് ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ വെക്കാൻ വിടലുമില്ല. കാരണം അവർക്കെല്ലാം അറിയാം ഈ ഭാഗത്ത് ഇങ്ങനെ എല്ലാ കൃഷി നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഇന്ന് എങ്ങനെ കടന്നുറങ്ങുന്നത് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു പാവപ്പെട്ട കർഷകൻ്റെ തീരാരോധനമാണ്. ഷെക്കന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ടോമിനൊപ്പം അമലൈ ടോം, കണ്ണൂർ.